താല്പര്യപ്പെടുക. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഏൽപ്പിക്കപ്പെടാതെ ഞാൻ പറയുന്ന നിലവാരത്തിൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ തേജസ് അല്ലെങ്കിൽ അവരുടെ പണി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഞാനൊരു പ്രോജക്റ്റ് തരാം, ദൈവം ഒപ്പിട്ട് തരണം. എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ദൈവം അത് ചെയ്തു തരണം. എനിക്ക് ഇന്ന പ്ലാനുകളുണ്ട്, ദൈവം അതിന് അപ്രൂവൽ തരണമെന്ന് പറഞ്ഞ് അകത്ത് മണ്ഡലത്തിൽ ഈ ക്ലാഷ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അത് പുറത്തു വരുന്നതിന് തടസ്സമായി നിൽക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കളിമണ്ണ് അതിന് ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം പുറത്തു വരുത്തില്ലത് എന്നെന്ത് ചെയ്യും? അല്ലെങ്കിൽ കളിമണ്ണിന് ഉദാഹരണമായിട്ട് ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടം ഉണ്ടാക്കാൻ ആ കളിമണ്ണിലെ കുശവന്റെ ആഗ്രഹം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ കളിമണ്ണിന്റെ ആഗ്രഹം ഒരു കലമാകാനാ. ഇദ്ദേഹം കുടമായി മെനഞ്ഞു വരും, ഇദ്ദേഹം കലമായി തീരാൻ ശ്രമിക്കും. എന്ത് സംഭവിക്കും? അത് ഉടങ്ങി പോകും, അത് തകർന്നു പോകും. ഇങ്ങനെ സംഭവിച്ചു കുടം കലം എന്നതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ദൈവപ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതെ സ്വയത്തിന്റെയും അല്ലെങ്കിൽ ഹൃദയത്തിലെ പലപ്പോഴുമുള്ള ആഗ്രഹത്തിന്റെയും അതിനനുസരിച്ച് ദൈവത്തെ നിയന്ത്രിക്കുവാനും അതനുസരിച്ച് ദൈവത്തെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ അകത്ത മണ്ഡലത്തിൽ പണി നീണ്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവമേ, നീ എനിക്ക് ചെയ്യുന്ന സകലതും നന്മയ്ക്ക, നീ എന്നെ ഉപയോഗിക്കുന്ന സകല നന്മയ്ക്ക, അകത്ത മണ്ഡലത്തിൽ നീ എന്നെ ഉപയോഗിക്കുന്ന ദൈവപ്രവർത്തിക്കാണെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? സ്വർഗത്തിലെ ദൈവം നിന്നെ ഏറ്റവും ഭംഗിയുള്ളതായി, ഏറ്റവും തേജസ്സുള്ളതായി, കാലഘട്ടത്തിന് പ്രയോജനമുള്ളവനായി, അന്ധകാര ശക്തികളെ കീറിമുറിക്കുന്നവനും പരാജയപ്പെട്ട മണ്ഡലത്തിൽ കൊടിപാറിക്കത്തക്ക നിലവാരത്തിൽ കാലഘട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സർവശക്തനായി ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത മണ്ഡലമാകുന്നു അവൻ പുറത്തേക്ക് വരണം. എങ്ങോട്ടാ വരേണ്ടത്? എവിടെ നിന്നാണോ അവൻ അകത്തേക്ക് വന്നത് അവിടെ നിന്നും അവൻ എന്ത് ചെയ്യണം? അവിടേക്ക് അവൻ പുറത്തേക്ക് വരണം. അഥവാ യഹൂദന്മാരായിരുന്ന അല്ലെങ്കിൽ പൗലോസും പത്രോസും ഇവരെല്ലാവരും ആദ്യം പ്രവർത്തിച്ചത് എവിടെയാണോ അവർ അപമാനിക്കപ്പെട്ടത്. യേശു എവിടെയാ വീണ്ടും മടങ്ങി വരുന്നത്? അവൻ എവിടെ നിന്നാണോ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത് അവിടേക്ക് തന്നെ അവൻ മടക്കി വരുന്നത്. യേശു തന്റെ പ്രവൃത്തി ചെയ്ത് എവിടെയാ? താൻ ഏറ്റവും അപമാനിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട മണ്ഡലങ്ങളിലായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. നാം ദൈവത്തിന്റെ വചനം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതികൂലത്തിന്റെ മധ്യത്തിലേക്ക് അവൻ നമ്മെ അയക്കും. പക്ഷെ പരാജയപ്പെടുവാനല്ല, ജയിക്കുവാൻ തക്കവണ്ണം തന്നെയാ അവൻ നമ്മെ പുറത്തേക്ക് വിടുന്നത്. മാരുതി കമ്പനിക്കാരൻ അവന്റെ കമ്പനിയുടെ കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല ഒരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കും. ഇന്ത്യൻ നിരത്തുകളിലൂടെ വളരെ ഭംഗിയായി ഓടുവാൻ തക്കോണം ഈ കാറിന് കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നത് പോലെ അകത്ത മണ്ഡലത്തിൽ ദൈവത്താൽ പണിയപ്പെട്ട് നീ പക്വതയുള്ളവനായി തീരുമ്പോൾ, നീ പാകതയുള്ളവനായി തീരുമ്പോൾ, ദൈവപ്രവൃത്തിക്ക് യോഗ്യതയുള്ളവനായി തീരുമ്പോൾ സ്വർഗത്തിലെ ദൈവം വഴികളെ തുറക്കും, നിന്നെ ദൈവപ്രവൃത്തിക്കായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നീ നിരത്തിലിറങ്ങിയാൽ ദൈവത്തിനറിയാം നീ ഒരിടത്തും പരാജയപ്പെടുകയില്ല. എന്തുകൊണ്ട്? ദൈവകരങ്ങളാൽ നീ പണിയപ്പെട്ടതുകൊണ്ട്, ദൈവകരങ്ങളാൽ അഭ്യസിപ്പിക്കപ്പെട്ടതുകൊണ്ട്, മാത്രമല്ല ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വസിക്കുന്നത് കൊണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി നുകത്തെ തകർക്കും. ദി അനോയിന്റിംഗ് വിൽ ബ്രേക്ക് ദി യോക്സ്. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നീ പരാജയപ്പെടത്തില്ല. നിനക്ക് ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ മാറ്റിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നിനക്ക് കഴിയും. ഒരു സമയത്ത് പത്രോസേ, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞത് എവിടെയാ? യെരൂശലേമിലായിരുന്നു, യേശുവിന്റെ കൂടെ നടന്ന സ്ഥലത്ത്. എന്നാൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടത് അവിടെ തന്നെയാ. പൗലോസേ, നീ ജനത്തെ പീഡിപ്പിക്കുകയും അവരെ ജയിലിലാക്കുകയും ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിന്ന സ്ഥലം എവിടെയാ? അവൻ പറയും ഇന്ന സ്ഥലങ്ങളിലാകുന്നു. നീ ഏറ്റവും അധികം ദൈവപ്രവൃത്തിക്ക് ആദ്യകാലങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് എവിടെയാ? അവിടെ തന്നെയാ. നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ദൈവം നിന്നെ ഉയർത്തിയിട്ട ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് അവൻ മാറ്റാറുള്ളൂ. എന്തുകൊണ്ടാണ്? ദൈവത്തിന് വാശിയാ. പിശാചേ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ തലമുറയെ നിന്റെ ഇഷ്ടപ്രകാരം തകർത്ത് തരിപ്പണമാക്കി, അല്ലെങ്കിൽ അവനെ നാമാവശേഷമാക്കി, അവനെ ലോകത്തിനും അത് ജനത്തിനും കൊള്ളാത്തവനാക്കി തീർക്കുവാൻ നീ ശ്രമിച്ചെങ്കിൽ അതേ മണ്ഡലത്തിൽ ഇതാ ഇവൻ എൻ്റെ അടുക്കൽ വന്ന് മടങ്ങി വരികയാ. എന്തിനു വേണ്ടിയാ? പരാജയപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന്റെ കൊടിയെ പാറിക്കുവാൻ. അതിനായി ഒരുങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. ഒളിച്ചോടുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, വിറ്റുപറക്കി ദേശം വിടുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പരാജയപ്പെട്ട സ്ഥലത്ത് നീ ഉയർത്തുവാൻ ദൈവം സർവശക്തനാ. അതിനായി നീ അകത്ത മണ്ഡലത്തിൽ നിന്നും പുറത്ത മണ്ഡലത്തിലേക്ക് വന്നേ മതിയാകുള്ളൂ. എന്നാൽ ഈ വാക്യം ഇങ്ങനെ പറയുന്നു, he will come in and go out and find the pasture. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മൂന്നാമത്തെ മണ്ഡലമാകുന്നു മേച്ചിൽപ്പുറം കണ്ടെത്തുക. ഒരുമിച്ച് പറഞ്ഞാട്ടെ, മേച്ചിൽപ്പുറം കണ്ടെത്തുക. അത് ഫൈൻഡിങ് ദ പാസ്റ്റർ, ദൈവം തന്നിരിക്കുന്ന മേച്ചിൽപ്പുറത്തെ കണ്ടെത്തുക. എന്താകുന്നു ഈ മേച്ചിൽപ്പുറം എന്ന് പറയുന്നത്?
എന്താകുന്നു മേച്ചിൽപ്പുറം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുറച്ചും കൂടെ അതിനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക് പ്ലേസ്മെന്റ് അതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും. ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ നീ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിനോട് പ്രയോജനപ്പെടുവാൻ, ദൈവത്തിനു വേണ്ടി ഭംഗിയായി ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ചില പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. ഇതിനാധാരമായിട്ട് ചില ഭാഗങ്ങൾ, ചില ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഇംഗ്ലീഷ് 2 പ്രധാനപ്പെട്ട പദങ്ങളാകുന്നു ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ. ഇങ്ങനെ പറയാറുണ്ട്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്കയെ കണ്ടെത്തി. മൈക്കൽ ഫാരഡേ ഇൻവെന്റഡ് ഇലക്ട്രിസിറ്റി. മൈക്കൽ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടെത്തി? വിദ്യുത് ശക്തി കണ്ടെത്തിയതായിട്ട് നമുക്ക് ശാസ്ത്രത്തിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഡിസ്കൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഇംഗ്ലീഷ് 2 പ്രധാനപ്പെട്ട പദങ്ങളാകുന്നു ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ. ഇങ്ങനെ പറയാറുണ്ട്, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്കയെ കണ്ടെത്തി. മൈക്കൽ ഫാരഡേ ഇൻവെന്റഡ് ഇലക്ട്രിസിറ്റി. മൈക്കൽ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടെത്തി? വിദ്യുത് ശക്തി കണ്ടെത്തിയതായിട്ട് നമുക്ക് ശാസ്ത്രത്തിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഡിസ്കവറി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുന്നമേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഡിസ്കവറി അല്ലെങ്കിൽ കൊളംബസ് ഒരു സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് കുറെ മണ്ണൊക്കെ കുഴച്ച് അമേരിക്കയെ ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൂവിഭാഗമായിരിക്കുന്ന അമേരിക്ക എന്ന മണ്ഡലത്തെ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയം അദ്ദേഹം കണ്ടെത്തുകയത്ര ചെയ്തത്. ഹി ഫൗണ്ട് ദാറ്റ് പ്ലേസ്. അവൻ കണ്ടെത്തി. അതിനെയാകുന്നു ഡിസ്കവറി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നമേ ഉള്ളതിനെ, മുന്നമേ ഒരുക്കപ്പെട്ട ഒരു സ്ഥലത്തെ കണ്ടെത്തുന്നതിനാകുന്നു ഡിസ്കവറി എന്ന് പറയുന്നത്. എന്നാൽ വിദ്യുത് ശക്തി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. വൈദ്യുത കാന്തിക തരംഗങ്ങളെ അല്ലെങ്കിൽ ഫ്ലക്സിനെ വിച്ഛേദിച്ച് നാം സയൻസിൽ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. വിദ്യുത് ശക്തിയെ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച് എടുക്കുകയത്ര ചെയ്തത്. ഈ ഫ്ലക്സിനെ കട്ട് ചെയ്ത് ആകുന്ന വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അത് മുന്നമേ ഉണ്ടായിരുന്നില്ല. അത് ഇൻവെന്റ് ചെയ്യുക ചെയ്ത്, അഥവാ അതിനെ കണ്ടുപിടിക്കുക ചെയ്തത്. ഒന്നാമത് ഡിസ്കവറി കണ്ടെത്തലെന്നും ഇൻവെൻഷനെ കണ്ടുപിടിക്കുക എന്നും 2 വാക്കിനാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ പദം ഉദ്ദേശിച്ചിരിക്കുന്നത് ഹി വിൽ ഫൈൻഡ് ദ പാസ്റ്റർ. അവൻ എന്ത് ചെയ്യും? ആ മേച്ചിൽപ്പുറത്തെ കണ്ടെത്തും. അതിനർത്ഥം എന്താ? അത് മുന്നമേ ഒരുക്കപ്പെട്ടൊരു സ്ഥലമാകുന്നു. അത് ആരുടെ ഉത്തരവാദിത്തമെന്ന് കണ്ടെത്തേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാകുന്നു. ദൈവം ഏത് ഫീൽഡിലാണ് തന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് ആ സ്ഥലത്ത് പോകുവാൻ തക്കോണം ദൈവ പ്രവൃത്തിക്കായി ഒരുങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചിലപ്പോൾ ദൈവം നിന്നെ വിളിച്ചത് എഞ്ചിനീയർ ആകാനായിരിക്കും. ആ മേച്ചിൽപ്പുറത്തിൽ നിൽക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിന്നെ പാസ്റ്ററായി വിളിച്ചതെങ്കിൽ നീ ആ മേച്ചിൽപ്പുറത്തിലേക്ക് ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിക്കപ്പെടുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിന്നെ ഡോക്ടറായി വിളിച്ചെങ്കിൽ പാസ്റ്റർ പണിക്ക് പോകരുത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അഥവാ മേച്ചിൽപ്പുറത്തിൽ നിൽക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അഥവാ ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവം തന്നിരിക്കുന്ന ഒരു മേച്ചിൽപ്പുറമുണ്ട്. അതിൽ വരാത്തിടത്തോളം കാലം നീ രക്ഷപ്പെടത്തില്ല, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. എന്തുകൊണ്ടാ? ദൈവം നിനക്ക് കരുതിയിരിക്കുന്നത് ആ മേച്ചിൽപ്പുറത്തില്ല. അവിടെ നിനക്ക് സുരക്ഷിതത്വമുണ്ട്, അവിടെ നിനക്ക് കരുതലുണ്ട്, അവിടെ നിനക്ക് ട്രഷേഴ്സ് ഉണ്ട്, അവിടെ നിനക്കുള്ള സകല നന്മകളും ദൈവം കരുതിയിട്ടുണ്ട്. അവിടെ മാത്രമേ നിനക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുത്തനകത്ത് വരണം, അവൻ പുറത്തു പോകണം, മേച്ചിൽപ്പുറം കണ്ടെത്തുകയും വേണം. ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് ദാറ്റ് പാസ്റ്റർ. ആരും തലയ്ക്ക് വെച്ച് ദൂത് പറഞ്ഞില്ലേലും മേച്ചിൽപ്പുറത്തിനായി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.